ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നലെ യാത്ര പോവുകയാണ്. കർണാടക RTCയുടെ ഐരാവത് ക്ലബ് +2 എന്ന ഈ കിടിലൻ ബസ്സിൽ കയറി കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക്. ഈ ഐരാവത് ബസ്സുകൾ നേരത്തിൽ ഇറങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ഇപ്പോൾ അതിൻ്റെ പുതിയ വെർഷൻ ഈ ഐരാവത് ക്ലബ് +2 ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. കാണാനൊക്കെ ഗംഭീര ലുക്കാണ് ഗൈസ്. യാത്ര ചെയ്യുമ്പോൾ അതുപോലെ അടിപൊളിയാണോ എന്ന് നമുക്ക് നോക്കണ്ടേ. ഒപ്പം നമ്മുടെ മനോഹരമായ താമരശ്ശേരി ചുരവും മുത്തങ്ങ വനത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ യാത്രയ്ക്കായി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കർണാടക RTCയുടെ വെബ്സൈറ്റിൽ നിന്നാണ്. ഒരാൾക്ക് 773 രൂപയായിരുന്നു അന്നത്തെ ടിക്കറ്റ് ചാർജ്. രാവിലെ 10 മണിക്ക് ഞങ്ങൾ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെത്തി. 10:15 ഞങ്ങളുടെ ബസ് വന്നു. ഏകദേശം 1.25 കോടി രൂപയിലധികം വില വരുന്ന വോൾവോയുടെ പുതിയ ബസ്സാണിത്. ഇതുപോലെ ഒരു 20 എണ്ണം ഈ അടുത്ത് കർണാടക സർക്കാർ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 50-ലധികം പേർക്ക് സുഖമായി ഇരുന്നു പോകാനുള്ള സൗകര്യമുണ്ടതിൽ. സീറ്റുകളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. കൃത്യം 10:33 തന്നെ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളുടെ ബസ് പുറപ്പെട്ടു. സ്റ്റാൻഡിലെ ഈ വലിയ തൂണുകൾക്കിടയിലൂടെ ഈ വലിയ ബസ് വളച്ചെടുക്കാൻ ഡ്രൈവർ നന്നായി ബുദ്ധിമുട്ടി. നിർമ്മാണത്തിലെ അപാകതകൾ കാരണം കുറേ വിവാദങ്ങളിൽ പെട്ടുപോയ ഒരു ബസ് സ്റ്റാൻഡാണിത്. ഇത്ര പൈസ മുടക്കി ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ഒരു ബസ്സിനെ മര്യാദയ്ക്ക് ഇതിൽ വളയ്ക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ അവസ്ഥ എത്ര പരിതാപകരമാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി മാവൂർ റോഡിലേക്ക് കയറി. ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കന്നഡയിലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇനി യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ സോഫ്റ്റ് സസ്പെൻഷനാണ് ഒരു ഹൈലൈറ്റ്. ഈ ചെറിയ ഘട്ടങ്ങളിലൊന്നും ചാടുമ്പോൾ നമ്മൾ അറിയുന്നില്ല. കുലുക്കവും തീരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ എൻജിൻ്റെ ശബ്ദവും അതൊന്നും നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് തീരെ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു SUV കാറിൽ പോകുന്ന ഏകദേശം അതേ ഒരു ഫീല്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വല്ല ലോങ് റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഇങ്ങനെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതായിരിക്കും കാറിൽ പോകുന്നതിനെക്കാട്ടും കൂടെ നല്ലത് എനിക്ക് തോന്നുന്നു. ഞങ്ങളാദ്യം കാറെടുത്ത് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ഒരു തിരക്കേറിയ സിറ്റിയിൽ പോയാൽ അവിടെ പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ പെട്രോളിൻ്റെ ചിലവ്, അതൊക്കെ ആലോചിച്ചപ്പം ഈ ബസ് ബുക്ക് ചെയ്ത് ഇതിൽ യാത്ര ചെയ്യാമെന്ന് കരുതി. ബസ് ഇപ്പോൾ വെളിയമാട് എന്ന റൂട്ടിലൂടെ വയനാട് റോഡിൽ കയറി. 15 മീറ്ററാണ് ഈ ബസ്സിൻ്റെ ആകെ നീളം. അതായത് പഴയ ഐരാവത് ബസ്സിനേക്കാൾ നീളവും ഉയരവും കൂടുതലുണ്ട് ഈ പുതിയ ബസ്സിന്. പഴയ ഐരാവതിനേക്കാൾ ഒന്നുകൂടി വീതിയുള്ള സീറ്റുകളാണ്. പിന്നെ കുറച്ചുകൂടി ഒന്ന് ചാരി കടന്ന് പോവാം. പിന്നെ ഫോൺ മുതലായവ ചാർജ് ചെയ്യുന്നതിന് ഹൈസ്പീഡ് USB പോർട്ടുകളും സീറ്റിൻ്റെ സൈഡിൽ തന്നെയുണ്ട്. പഴയ മോഡലിനേക്കാൾ 20% അധികം ലഗേജ് സ്പേസും ഈ ബസ്സിലുണ്ട്. നല്ല വലിയ സൈഡ് ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ നന്നായി കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ കൊടുവള്ളി എത്തി. നല്ല സ്പീഡിലാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിലിരിക്കുമ്പോൾ അതറിയില്ല. ഇപ്പോൾ കേരളത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്, കാസർഗോഡ് എന്നീ 2 സ്ഥലങ്ങളിലേക്കാണ് ഐരാവത് 2 ഓടുന്നത്. പിന്നെ കർണാടകയിൽ നിന്ന് ബാംഗ്ലൂർ, തിരുപ്പതി, ബാംഗ്ലൂർ, മൈസൂർ, ബാംഗ്ലൂർ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് മുതലായ കുറച്ച് റൂട്ടുകളിലും ഈ ഐരാവത് ക്ലബ് +2 ബസ്സുകൾ ഓടുന്നുണ്ട്. വോൾവോ കമ്പനി ഇറക്കിയ ഏറ്റവും പുതിയ ബസ്സുകളിൽ ഒന്നാണിത്. വോൾവോ 9600 എന്നാണ് ഈ ബസ്സിൻ്റെ മോഡൽ. സീറ്റിലിരിക്കുമ്പോൾ കാലിങ്ങനെ നീട്ടി വെച്ച് പോകാം. ഫുഡ് റെസ്റ്റിന് പുറമെ കാഫ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബസ്സിൽ. ഈ ബസ്സിലെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സുരക്ഷയാണ്.
ഏറ്റവും അത്യാധുനികമായ ഫയർ എക്സ്റ്റിങ്ഷൻ സിസ്റ്റമാണ് ബസ്സിലുള്ളത്. പിന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് 4 CCTV ക്യാമറകളും ഈ ബസ്സിലുണ്ട്. കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് ഈ റോഡിലൂടെയുള്ള യാത്രയിൽ കാണുന്ന ഏറ്റവും മനോഹരമായൊരു കാഴ്ച ആ ദൂരെ കാണുന്ന വയനാടൻ മലനിരകൾ തന്നെയാണ്. ബസ്സിൽ തണുപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ സീറ്റിലേക്കുള്ള AC-യുടെ ആ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ബസ്സിൽ ഓപ്ഷനുണ്ട്. താമരശ്ശേരി കഴിഞ്ഞ് അടിവാരം എത്തുമ്പോഴേക്കും നമ്മുടെ ആ മനോഹരമായ വയനാടൻ മലനിരകൾ വ്യക്തതയോടെ കാണാൻ കഴിയും. ഈ ഐരാവത് ബസ്സുകൾ റോട്ടിലൂടെ പോകുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിലൊന്ന് കയറി യാത്ര ചെയ്യണമെന്ന്. ആ ആഗ്രഹം ഇന്ന് സാധിച്ചു. അങ്ങനെ നമ്മുടെ ബസ് അടിവാരവും പിന്നിട്ട് താമരശ്ശേരി ചുരം കയറി തുടങ്ങി. ബസ്സിൻ്റെ നീളക്കൂടുതൽ കാരണം വളയ്ക്കുമ്പോൾ പലപ്പോഴും ചുരത്തിൻ്റെ അരികു പറ്റിയാണ് ഇത് പോവുക. ആ നേരെ കാണുന്ന റോഡിലൂടെ 5 കിലോമീറ്റർ പോയാൽ തുഷാരഗിരി വെള്ളച്ചാട്ടം എത്തും. ചുരത്തിലെ ഹെയർ പിൻ വളവുകളിലൂടെ ഒറ്റയടിക്ക് ഈ ബസ് തിരിച്ചെടുക്കുന്ന ഡ്രൈവർമാരെ ശരിക്കും സമ്മതിക്കണം. ഏത് കാലാവസ്ഥയിലും പച്ചപ്പ് നിറഞ്ഞ ഈ ചുരത്തിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇന്നൊരു 2ാം ശനിയാഴ്ച ആയതുകൊണ്ടാവാം ചുരത്തിൽ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട്. ഈ ചുരം വഴി സ്വന്തം വണ്ടിയിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി നല്ല കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് വണ്ടിയിലെ ബാറ്ററി, പിന്നെ ടയറിലെ പ്രഷർ, ഇതൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം വണ്ടീൻ്റെ ടയർ പഞ്ചറായാലോ അല്ലെങ്കിൽ ബാറ്ററീൻ്റെ ചാർജ് വഴിയിൽ വെച്ച് തീർന്നാലോ ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്ക് കർണാടക RTCയുടെ മറ്റൊരു ബസ് ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു. ഈ ഐരാവത് ഓടിക്കുന്ന ഈ ഡ്രൈവർമാരെ പറ്റി പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. അവരുടെ ഡ്രൈവിംഗ് അത്ര പ്രൊഫഷണലാണ്. അനാവശ്യമായ ഓവർടേക്കിങ്ങുകളൊക്കെ ഒഴിവാക്കി യാത്രക്കാർക്ക് സുഖകരമായ രീതിയിൽ നല്ല അടിപൊളി ഡ്രൈവിംഗ്. ഈ വളവിൽ മാത്രമാണ് ബസ് വളച്ചെടുക്കാൻ ഡ്രൈവർക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നത്.
മുമ്പിൽ പോകുന്ന ആ ബസ്സുകാർ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. മൂപ്പര് ഫുള്ള് ഓവർടേക്കിംഗ് ഒക്കെയാണ്. ഇതാണ് ചുരത്തിന് മുകളിലെ വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മൾ വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു ഗൈസ്. ഇപ്പൊ ബസ് മുത്തങ്ങ വനത്തിലെത്തി. ഏകദേശം ഉച്ച സമയമായതുകൊണ്ടാവാം മൃഗങ്ങളെ ഒന്നും കാണാത്തത്. ഈ ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉള്ള റോഡായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകളുണ്ട് ഈ ഓരോരോ 200 മീറ്ററൊക്കെ കൂടുമ്പോൾ. ഈ വഴി പോകുന്നവർ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ മറ്റോ ആണെങ്കിൽ റോഡിൻ്റെ ഇരുവശത്തും ധാരാളം മൃഗങ്ങളെ കാണാൻ കഴിയും. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കാടിൻ നടുവിലൂടെയുള്ള യാത്ര അടിപൊളിയാണ്. മുത്തങ്ങ കഴിഞ്ഞപ്പോഴേക്കും മഴ ചാറിത്തുടങ്ങി. ഇതാണ് ഗുണ്ടൽപേട്ട, നമ്മുടെ സൂര്യകാന്തി പൂക്കൾക്കൊക്കെ ഫേമസ് ആയ സ്ഥലം. ഇപ്പം പിന്നെ ഈ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ അധിക സ്ഥലത്തൊന്നും അങ്ങനെ സൂര്യകാന്തി ഒന്നും കാണാനില്ല. ഉച്ചയ്ക്ക് ഭക്ഷണ സമയമായതുകൊണ്ട് ഇവിടെ ഒരു ഉടുപ്പി ഹോട്ടലിൽ ഞങ്ങളുടെ ബസ് നിർത്തി. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഇവിടുന്ന് യാത്ര തുടരുള്ളൂ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി കുറച്ച് വേറിട്ട കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണും ഒന്ന് റിംഗ് ചെയ്തേക്കണേ. പിന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതൊക്കെയാണ് ഞങ്ങൾക്കൊരു പ്രചോദനം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സീ യു ഗൈസ്. ബൈ ബൈ, സീ യു ഗൈസ്.